നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിനിരയായ ജർമ്മൻ സ്വദേശി മരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ജർമ്മൻ സ്വദേശി മൈക്കിളിനെ ചൊവ്വാഴ്ച വൈകിട്ടാണ് കാട്ടാന ആക്രമിച്ചത്. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സല്യൂട്ട് സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക മാറ്റത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന ഫാക്റ്റാണ്. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം. കേരള വിഷൻ കോർപ്പറേറ്റുകളുടെ ചൂഷണം തടഞ്ഞു. COA ഇനിയും ശക്തിപ്പെടണം. മുഖ്യധാര മാധ്യമങ്ങൾ പോലും നൽകാത്ത പ്രാധാന്യം കേരള വിഷൻ ന്യൂസ് നൽകുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനീഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ സ്പീക്കർ ആദരിച്ചു. ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിനിരയായ ജർമ്മൻ സ്വദേശി മരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ജർമ്മൻ സ്വദേശി മൈക്കിളിനെ ചൊവ്വാഴ്ച വൈകിട്ടാണ് കാട്ടാന ആക്രമിച്ചത്. വാൽപ്പാറ പൊള്ളാച്ചി റോഡിൽ വെച്ചായിരുന്നു സംഭവം. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയുടെ പിറകിലൂടെ ബൈക്കുമായി കടന്നുപോകാൻ ശ്രമിക്കവെയാണ് പിന്തിരിഞ്ഞാന മൈക്കിളിനെ ആക്രമിച്ചത്. ബൈക്കിൽ നിന്ന് വീണ മൈക്കിളിനെ ആന വീണ്ടും ആക്രമിക്കുകയായിരുന്നു. മൈക്കിളിനെ ആദ്യം എസ്റ്റേറ്റ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ബഹളം വച്ചാണ് ആനയെ അവിടെ നിന്നും തുരത്തിയത്. അതിനുശേഷമാണ് മൈക്കിളിനെ ആശുപത്രിയിൽ എത്തിക്കാനായത്. മൈക്കിളിനെ ആന ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു. സംഭവ സ്ഥലത്ത് മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്നവരാണ് വീഡിയോ ചിത്രീകരിച്ചത്. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അണിനിരുന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡ് കൊടകര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സല്യൂട്ട് സ്വീകരിച്ചു. 2023-25 അധ്യയന വർഷങ്ങളിലായി പദ്ധതി പരിശീലനം പൂർത്തിയാക്കിയ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 491 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഉല്ലാസ് VA പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. GHS ചെമ്പുച്ചിറ സ്കൂളിലെ ആദിത്യൻ P. രഘു, സെന്റ് സെബാസ്റ്റ്യൻ HS കുറ്റിക്കാട് സ്കൂളിലെ അൻസ്റ്റിന നൈജു എന്നിവർ ചേർന്ന് നയിച്ച പരേഡിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ചാലക്കുടി DYSP സുമേഷ്, കൊടകര SHOP K. ദാസ്, അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ജോയ്, വാർഡ് മെമ്പർ CDCB എന്നിവർ സന്നിഹിതരായിരുന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരേഡ് വീക്ഷിക്കുന്നതിനായി വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിരുന്നു. നയനമനോഹരമായ പരേഡ് ഒരുക്കുന്നതിനായി പ്രയത്നിച്ച അധ്യാപകരെയും ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ് ആയ പോലീസ് ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും പോലീസ് മേധാവി അഭിനന്ദിച്ചു. പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു.
പൊയ്യ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപവത്കരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭകളെല്ലാം വർക്കിംഗ് ഗ്രൂപ്പുകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഗ്രാമസഭകൾ കഴിഞ്ഞു. ഇപ്പം വീണ്ടും വികസന സെമിനാർ വെച്ചേക്കാണ്. ഇന്നും ചർച്ച ചെയ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കപ്പെടാനുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോയി അന്തിമ പദ്ധതി രേഖ ആക്കി നമുക്ക് മുന്നോട്ട് പോകണം. അതായത് പദ്ധതി അംഗീകാരം മേടിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതിയായ കുടിവെള്ള പദ്ധതിയുടെ പൈസ കൈമാറി കഴിഞ്ഞു. TS ഈ ആഴ്ച നമുക്ക് TS ആവും. അപ്പം അതിൻ്റെ കിണറിൻ്റെയും അതുപോലെ മോട്ടോർ ഷെഡിൻ്റെയും പൈപ്പ് ലേ ചെയ്യുന്നതിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം നമുക്ക് ഈ മാസം 25 കൂടെ നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ ഒരു സ്വപ്ന പദ്ധതിയാണ് ശ്മശാനം. ഇപ്പം എവിടെ നോക്കിയാലും നമ്മുടെ ചർച്ചകളും വിമർശനങ്ങളും വളരെയേറെ ഏറ്റുപോകുന്ന ഒരു പദ്ധതിയാണ് ശ്മശാനം. 40 വർഷങ്ങൾക്ക് മുൻപ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് 91 സെന്റ് സ്ഥലം വാങ്ങി. അതൊരു തണ്ണീർത്തടമായിരുന്നു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജോളി സജീവ്, സാബു കൈതാരം, റീന സേവ്യർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ റഹ്മത്ത് ചൊവ്വര, രാമബാബു, AS വിജേഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PP രാജൻ, CS രഘു, EA ജോയ്, വക്കച്ചൻ, അമ്പൂക്കൻ, സ്മിത വർഗീസ് എന്നിവർ പങ്കെടുത്തു. തപാൽ സ്വകാര്യവത്കരണത്തിന്റെ ഭാഗമായി ഇൻഡിപെൻഡന്റ് ഡെലിവറി സെന്റർ രൂപീകരിച്ച് പോസ്റ്റ്മാൻ ജീവനക്കാരെ തപാൽ ഓഫീസുകളിൽ നിന്നും മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ തപാൽ ജീവനക്കാരുടെ സംഘടനയായ NFPയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ് നടത്തി. പറവൂർ പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ജാഗ്രതാ സദസ് പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ ഉദ്ഘാടനം ചെയ്തു. NFPയിൽ പറവൂർ ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ TC ചിഞ്ചു അധ്യക്ഷനായി. NFPE ആലുവ ഡിവിഷൻ കൺവീനർ KS സലീഷ്, CITU പറവൂർ ഏരിയ സെക്രട്ടറി PK സുരേന്ദ്രൻ, NFPE സംസ്ഥാന ഏകോപന സമിതി അംഗം NP ലാലൻ, AIP RPA ജില്ലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, ആലുവ ഡിവിഷൻ ചെയർമാൻ VP ശങ്കരനാരായണൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ VR അനൂപ്, KP അശോക് കുമാർ, പറവൂർ ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KR പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. എല്ലാ ജീവനക്കാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ച് നൽകും എന്നുള്ളൊരു പ്രസ്താവനയാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ ജീവനക്കാർ ഭയങ്കര ഇതായി. എന്നിട്ട് അന്ന് ശമ്പളം ഒരു 4000 രൂപയൊക്കെ ഉള്ളൂ ബേസിക് പേ. അങ്ങനെ ബേസിക് പേ ഉള്ളപ്പോഴാണ് കമ്പനി വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1000 രൂപ എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകും. അപ്പോൾ അന്ന് തന്നെ നമ്മുടെ സംഘടന പറഞ്ഞു ഇതിൽ പെട്ടുപോകരുത്, ഇത് വലിയ ഭീഷണിയായിട്ട് വരും. അഷ്ടമിച്ചിറ മാരേക്കാട് കണ്ണൻകാട്ടിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. പകൽപൂരം, കാഴ്ചശീവേലി, പഞ്ചവാദ്യം, മേളം, ദീപാരാധന, നിറമാല, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജൂലൈ മാസം ആഗസ്റ്റ് മാസം പെൻഷൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഓഗസ്റ്റ് മാസം 16 തീയതി മുതൽ 13/9/2024 വരെ നമ്മുടെ യൂണിറ്റുകളുടെ സമരം നടത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല. ജൂലൈ മാസത്തെയും ആഗസ്റ്റ് മാസത്തെയും പെൻഷൻ ലഭിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ വർഷം KSRTC പെൻഷൻകാരുടെ ഫെസ്റ്റിവൽ അലവൻസിനെ സംബന്ധിച്ച് മെയ് മാസത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ട് മന്ത്രിയെ കണ്ടുകൊണ്ട്
കഴിഞ്ഞ 5 വർഷക്കാലമായി KSRTC പെൻഷൻകാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുന്നില്ല. അത് ഈ വർഷമെങ്കിലും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ധനകാര്യ മന്ത്രിക്കും നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അവരെല്ലാം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അത് പരിഗണിക്കാമെന്ന് നിരന്തരമായ ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ നമ്മൾ ഈ വർഷത്തെ പെൻഷൻകാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓണത്തിന് സംസ്ഥാനത്തെ എല്ലാ ട്രാൻസ്പോർട്ട് കേന്ദ്രങ്ങളും യൂണിറ്റ് പ്രസിഡന്റ് TV തിലകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TB രവി, TH വിശംബരൻ, ബാലസുബ്രഹ്മണ്യൻ, TC രവി, NK വേലായുധൻ, CM ഗംഗൻ, ML ബേബിരാജൻ, TN മുരളീധരൻ, CK തിലകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മാള അഷ്ടമിച്ചിറ മാരേക്കാട് ഐവീട്ടിൽ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, ദീപാരാധന, ഗുരുതിപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നടുമുറി ബാബുശാന്തി, ക്ഷേത്രം മേൽശാന്തി ഉമേഷ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിനിരയായ ജർമ്മൻ സ്വദേശി മരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ജർമ്മൻ സ്വദേശി മൈക്കിളിനെ ചൊവ്വാഴ്ച വൈകിട്ടാണ് കാട്ടാന ആക്രമിച്ചത്. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സല്യൂട്ട് സ്വീകരിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.